65-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാം. നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി സൂര്യ VS മാമിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ അബ്ദുൾ മജീദ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ വനിതാവേദി പ്രസിഡന്റ് പത്മകുമാരി ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരികളായ ശ്രീ നെടുങ്കാട് രാധാകൃഷ്ണൻ സർ, വനിതാവേദി രക്ഷാധികാരി ഡോക്ടർ ഡി തങ്കം, ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ഉമേഷ് B, വനിതാവേദി സെക്രട്ടറി ശ്രീമതി ഗീത. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സാവന. മയരൂപ ചിരഞ്ജീവ സ്നേഹസ്വരൂപ ജഗദീശ സ്നേഹസന്ദായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ. 1000 വസന്തങ്ങൾ വിരിഞ്ഞാലും 1000 മഴവില്ലു തെളിഞ്ഞാലും നിതാന്ത്ര സൗന്ദര്യമേ എൻ്റെ മുൻപിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ. സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷൻ 35 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ അത് ആഘോഷിക്കുകയാണ്. ഇത്തവണ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം, കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നമ്മൾ ശാസ്താനഗറിൽ തന്നെയാണ് ഈ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണ നമുക്ക് ഈ ഒരു ഹാളിലേക്ക് നമ്മുടെ വാർഷികാഘോഷങ്ങൾ മാറ്റപ്പെടേണ്ടിയോ പറിച്ചു നടപ്പെടേണ്ടിയോ വന്നിരിക്കുകയാണ്. അത് ഒരുപക്ഷെ കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാ കാലവും ശാസ്താനഗറിൽ തന്നെ നടത്താൻ കഴിയട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇനി വീണ്ടും ശ്രമിച്ചു നോക്കാം. അടുത്ത വർഷം നമുക്ക് അവിടെ ചെയ്യാൻ ഏതെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ ഈ ഹാളിൽ ആഘോഷിക്കുകയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ ആകുലതകളും വിഷമതകളും പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് സാറിനെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷതയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, അസോസിയേഷൻ്റെയും എൻ്റെ സ്വന്തം പേരിൽ. നമ്മുടെ മുഖ്യ അതിഥി നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലറാണ് സൂര്യ മാഡത്തിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നെടുങ്കാട് രാധാകൃഷ്ണൻ ചേട്ടൻ, നമ്മുടെ രക്ഷാധികാരി നെടുങ്കാട് രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു വലിയ കാലഘട്ടം നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായും ഒരു വലിയ കാലഘട്ടം ഈ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന് അസോസിയേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. തങ്കം ചേച്ചി, ഡോക്ടർ തങ്കം എന്നൊന്നും നമ്മൾ പറയാറില്ല, നമ്മുടെ തങ്കം ചേച്ചിയെ അസോസിയേഷൻ്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. വനിതാവേദി പ്രസിഡന്റ് ശ്രീമതി പത്മകുമാരി, വനിതാവേദി സെക്രട്ടറി ഡി ഗീത എന്നിവരെയും നമ്മുടെ എല്ലാവരുടെ പേരിലും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സ്വാഗതം ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ എന്ന് പറയുന്നത്, അത് ഞാൻ വിട്ടുപോയി, നമുക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞ് ശിവമുരളി എത്തിയിട്ടില്ല. ശിവമുരളി ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത്. പ്രസ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്.
മീറ്റിംഗ് കഴിഞ്ഞു എന്നാണ് എന്നോടിപ്പം പറഞ്ഞത്. നിങ്ങൾ തുടങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ഡിലേ ഉണ്ടായത്. അപ്പം ശിവമുരളി ഉടനെ എത്തും. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം പറയുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഏറ്റവും വിശിഷ്ട വ്യക്തികൾ എന്ന് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും ഇനി വരാൻ പോകുന്ന ആളുകളും. എനിക്കറിയാം കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവിടെ നന്നായിട്ട് നിറയും, ഫുള്ളാകും, നമ്മുടെ ജാം പാക്കഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അതൊക്കെ ശരിയാണ്. അവർക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ എൻ്റെ ഭരണസമിതിയിലുള്ള ഇതിനു വേണ്ടി കുറേ ദിവസങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ താങ്ക് യു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥിയെയും നമ്മുടെ വാർഡ് കൗൺസിലറുമായ നമ്മുടെ ശ്രീമതി സൂര്യ VS-നും പിന്നെ രക്ഷാധികാരികളായി നെടുങ്കാട് രാധാകൃഷ്ണൻ, ശ്രീ തങ്കം, പിന്നെ ഇവിടെ എത്താമെന്ന് പറഞ്ഞ ശ്രീ ശിവമുരളി, അദ്ദേഹം ഇപ്പോൾ ഉടനെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ നഗറിലെ എല്ലാ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികൾ ചാർജ് എടുത്തിട്ട് ഇപ്പോൾ ആദ്യത്തെ വാർഷികമാണ് നമ്മൾ നടത്തുന്നത്. ഇത് സെക്രട്ടറി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ നടന്നതെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലാണ് ആൾക്കാരും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ കാര്യങ്ങൾ അവരുടെ അവതരിപ്പിച്ചാൽ അവർ നല്ല രീതിയിൽ തന്നെ നമ്മളോട് സഹകരിക്കുന്നു. എല്ലാം നല്ലതാണ്. പിന്നെ അസോസിയേഷൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഈ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നഗറിൻ്റെ വികസനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് കുറേയൊക്കെ നമ്മൾ പണികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. റോഡ് വളരെ മോശമായിരുന്നു. ആ ഭാഗങ്ങൾ നമ്മുടെ അസോസിയേഷൻ്റെ പൈസ 35,000 രൂപ മുടക്കി തന്നെയാണ് നമ്മൾ റോഡുകളൊക്കെ കുഴി അടച്ചെടുത്തു. അത് കാരണം കൗൺസിലറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്കന്ന് അതിന് പൈസ ഇല്ല, പിന്നീടാകും എന്നൊക്കെ പറഞ്ഞാണ് അത് ചെയ്തത്. നമ്മുടെ പുതിയ നമ്മുടെ വാർഡ് കൗൺസിലർ നമുക്കിതിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ അത് തന്നെ അവതരിപ്പിക്കുകയാണ്. നമ്മളെ റോഡ് എത്രയും പെട്ടെന്ന് ഒന്ന് നന്നാക്കി തരാനുള്ള ഒരു കാര്യം അദ്ദേഹം മുൻപന്തിയിലെടുത്ത് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിനായി നമ്മുടെ വനിതാവേദി പ്രസിഡന്റ് ശ്രീമതി പത്മകുമാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സൂര്യ മാം. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സൂര്യ മാമിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അബ്ദുൾ മജീദ് അവറുകൾ, സെക്രട്ടറി ശ്രീ ഉമേഷ് അവറുകൾ, രക്ഷാധികാരി ശ്രീ നെടുങ്കാട് രാധാകൃഷ്ണൻ അവറുകൾ, ഡോക്ടർ D തങ്കം, വനിതാവേദി പ്രസിഡന്റ് ശ്രീമതി പത്മകുമാരി, സെക്രട്ടറി ശ്രീമതി ഗീത, അസോസിയേഷൻ ഭാരവാഹികളെ, അസോസിയേഷൻ അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആദ്യമായി എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ പ്രിയ വോട്ടർമാർക്ക് നന്ദി പറയുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. രണ്ടാമതായി എന്നെ ഇവിടെ ക്ഷണിച്ച് ഈ അസോസിയേഷൻ്റെ വാർഷികത്തിന് ഇവിടെ ക്ഷണിച്ച് സ്നേഹപൂർവ്വം ആദരിച്ചതിന് അസോസിയേഷൻ ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം അസോസിയേഷൻ്റെ 35ാമത്തെ വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 35 വർഷക്കാലം ഇവിടുത്തെ കുടുംബാംഗങ്ങളെ ഒത്തൊരുമിച്ച് സൗഹൃദവും എല്ലാം വളർത്തി സാമൂഹ്യ നന്മയ്ക്ക് പങ്കുവഹിച്ച അസോസിയേഷൻ്റെ പങ്ക് വളരെ അധികം വലുത് തന്നെയാണ്. അത് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും നമുക്ക് തന്നെ അറിയാം, ഏത് കാര്യം എടുത്താലും അസോസിയേഷൻ്റെ ഏത് കാര്യം എടുത്താലും കുടിവെള്ളമായാലും ഡ്രെയിനേജ് ആയാലും റോഡുകളായാലും
പരിസ്ഥിതി സംരക്ഷണമായാലും പൊതുസുരക്ഷയായാലും എല്ലാ മേഖലകളിലും അസോസിയേഷനുകളുടെ പങ്ക് വളരെയധികം വലുത് തന്നെയാണ്. അസോസിയേഷൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് വേണം. പിന്തുണ മാത്രമല്ല, നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കൂടിയേ തീരുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ജനക്ഷേമം മുൻനിർത്തി എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും വികസനം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളോടൊപ്പം എപ്പോഴും ഞാനുണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ ഇന്നിവിടെ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന അവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസോസിയേഷൻ്റെ ഈ വാർഷിക പൊതുയോഗം വൻ വിജയമായി തീരട്ടെ എന്നും ഇനി അസോസിയേഷൻ നല്ല കരുത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 35ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശിവമുരളി സിനിമ TV താരം ക്ഷണിക്കുന്നു. ബഹുമാനിയായ വാർഡ് കൗൺസിലർ, മറ്റ് വിശിഷ്ടാതിഥികൾ, ബഹുമുഖ പ്രതിഭകൾ, മുമ്പിലിരിക്കുന്ന മാതാപിതാക്കളെ, സൗരസൗരന്മാരെ, ഇവിടെ സന്തോഷം. ശാസ്താ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ 35ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മഹനീയമായ വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് സംഘാടകർക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. 4 മണിക്കാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ എണ്ണം പറഞ്ഞ് കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രസ് ക്ലബ്ബിൽ ഒരു പരിപാടി ഏറ്റുപോയി. മന്ത്രി ഇറങ്ങാനും പറ്റാത്ത സിറ്റുവേഷൻസ് ആയിപ്പോയി. അതുകൊണ്ട് താമസിച്ചുള്ള ക്ഷമ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ശാസ്താനഗർ റെസിഡൻസിനെ കുറിച്ച്, ഞാൻ താമസിക്കുന്നത് മരുതൻകുഴി കാഞ്ഞിരമ്പാറയാണ്. അപ്പോൾ ഇവിടെയുള്ള ശാസ്താനഗറിനെ കുറിച്ച് നമ്മൾ എപ്പോഴും അതുവഴിയൊക്കെ പോകുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാവരും അറിയാം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും നഗറിലെ കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഓരോ വീട്ടിലെ അവർക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൗൺസിലറുടെ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു, നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നൊക്കെ വാക്ക് തന്നിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം എന്നെ അണ്ണം വിളിച്ചു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മന്ത്രി ഇരിക്കുന്നുണ്ട്, മന്ത്രി ഇറങ്ങാതെ ഇപ്പോൾ എണീറ്റ് വരാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നെയാണ് കൂട്ടുകാരനെ പറഞ്ഞ് ഏൽപ്പിച്ചത് വിളിച്ച് പറയാനായിട്ട്. അപ്പോൾ ഈ റെസിഡൻസിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, അണ്ണം പറഞ്ഞു. അപ്പോൾ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഒരു റെസിഡൻസിൻ്റെ 35ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിക്കുന്നു. ഞാനും എന്നോടൊപ്പം 2-3 കൂട്ടുകാരും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു മിമിക്രി പരിപാടി കൂടി ചെയ്തു തരും എന്നാണ് എൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന ഉറപ്പോടുകൂടി നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ രക്ഷാധികാരികളെ ആദരിക്കൽ ചടങ്ങാണ്. ആദ്യമായി ശ്രീ നെടുങ്കാട് രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. പ്രിയപ്പെട്ട ശാസ്താനഗറിലെ സുഹൃത്തുക്കളെ, ബഹുമാനിയായ നമ്മുടെ കൗൺസിലർ ശ്രീമതി സൂര്യ VS, ശരിക്കും പ്രോട്ടോക്കോൾ അനുസരിച്ച് ഉദ്ഘാടകൻ ആദ്യം വരണം, ക്ഷമിക്കുക. ഉദ്ഘാടകൻ ശ്രീ ശിവമുരളി, നമ്മുടെ അധ്യക്ഷൻ ശ്രീ
അബ്ദുൾ മജീദ്, നമ്മുടെ സെക്രട്ടറി ശാസ്താനഗറിൻ്റെ ഊർജം യുവയൂർജം ശ്രീ ഉമേഷ് പി, ശ്രീമതി ഡി തങ്കം, സെക്രട്ടറി വനിതാവേദി സെക്രട്ടറി ഗീത ഡി, മറ്റ് സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ, ശാസ്താനഗറിൻ്റെ 35 വർഷത്തെ യാത്രയ്ക്കിടയിൽ വളരെ സംഭവബഹുലമായ പലതും പറയുവാനില്ലെങ്കിലും ശ്രദ്ധേയമായി തിരുവനന്തപുരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളിൽ തലയെടുപ്പോടെ ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ 35ാമത്തെ വാർഷിക ദിനത്തിൽ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. 2 മുഹൂർത്തങ്ങളുടെ ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. ഒന്ന്, ഈ ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികത്തിന് ഈ സാംസ്കാരിക സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്, എനിക്ക് നൽകിയ ഈ ആദരവിന് നന്ദി പറയുക എന്നുള്ളത്. ശരിക്കും കഴിഞ്ഞ കാലത്തേക്കുള്ള സംഭവങ്ങൾ ചിലതൊക്കെ വ്യക്തമായും ചിലതൊക്കെ കാലഡോസ്കോപ്പിലെ ഈ ബിംബങ്ങൾ പോലെയും മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അബ്ദുൾ മജീദ് സാർ, ഉദ്ഘാടകൻ ശ്രീ ശിവമുരളി, മുഖ്യാതിഥി ശ്രീമതി സൂര്യ VS, നെടുങ്കാട് രാധാകൃഷ്ണൻ സർ, ശ്രീമതി പത്മകുമാരി, ഗീത, ഉമേഷ്, പിന്നെ എല്ലാ നാട്ടുകാരും, ഈ 35 വർഷം നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ഈ നഗറിൽ ഈ 35 വർഷവും ഞാനുണ്ടായിരുന്നു. 1963 ഞങ്ങൾ ഈ നഗറിൽ എത്തിയത്. അന്ന് അസോസിയേഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ 35 വർഷം ഈ അസോസിയേഷൻ്റെ പ്രോഗ്രസ്, അതായത് ഓരോ വർഷവും അസോസിയേഷൻ തുടങ്ങിയിട്ട് അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര വളരെ വ്യത്യസ്തമായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച രാമേന്ദ്രൻ സാറ്, ഭാസ്കരൻ നായർ സാറെല്ലാം നമ്മുടെ വേദിയിലിരിപ്പുണ്ട്. മരിച്ചുപോയ കുറേ പേരുണ്ട്. അവരുടെയൊക്കെ അധ്വാനം കൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് നമുക്കൊരു അസോസിയേഷൻ രൂപീകരിക്കാൻ സാധിച്ചത്. അതിൽ എല്ലാവർക്കും നമുക്ക് അഭിനന്ദിക്കാവുന്നതാണ്. അസോസിയേഷൻ്റെ 35ാം വാർഷികത്തിൻ്റെ ഭാഗമായ സമ്മേളനം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ സഹകരിച്ചവർക്കും പങ്കെടുത്തവർക്കും നന്ദി അറിയിക്കുക എന്നാണ് അടുത്ത ചടങ്ങ്. ഈ യോഗം തുടക്കം മുതൽ ഭംഗിയായി നിയന്ത്രിച്ച് മനോഹരമാക്കിയ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അബ്ദുൾ മജീദ് സാറിന് അസോസിയേഷൻ്റെയും വനിതാവേദിയുടെയും ഔപചാരികമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും നമുക്ക് വേണ്ടി ഒരു ചിരി വിരുന്ന് സമ്മാനിക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിനിമാ സീരിയൽ താരം ശ്രീ ശിവമുരളിക്ക് അസോസിയേഷൻ്റെയും വനിതാവേദിയുടെയും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാന്യയായ വാർഡ് കൗൺസിലർ ശ്രീമതി സൂര്യ VS ആണ്. സമ്മാനദാന ചടങ്ങ് നിർവഹിക്കുകയും കൂടി ചെയ്ത ശ്രീമതി സൂര്യ VS മാഡത്തിന് അസോസിയേഷൻ്റെയും വനിതാവേദിയുടെയും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച അസോസിയേഷൻ്റെ രക്ഷാധികാരിയും എഴുത്തുകാരനും സാഹിത്യകാരനുമായ ശ്രീ നെടുങ്കാട് രാധാകൃഷ്ണൻ സാറിനും വനിതാവേദി രക്ഷാധികാരി ശ്രീമതി ഡോക്ടർ തങ്കത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിച്ച കുമാരി സാവനയ്ക്കും സ്വാഗതം നേർന്ന അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ഉമേഷ് ബിക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമുക്ക് വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നതിന് ഈ ഹാൾ അനുവദിച്ചു തന്ന ഇതിൻ്റെ സംഘാടകർക്ക് അസോസിയേഷൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് ഇവിടെ സ്വാദിഷ്ടമായ ഭക്ഷണം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ശാസ്തമംഗലം അക്ഷയ കാറ്ററിംഗ് അംഗങ്ങൾക്കും ശബ്ദവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന ദേവു സൗണ്ട് പ്രവർത്തകർക്കും സ്നേഹത്തിൽ നന്ദി അറിയിക്കുന്നു.